ഇന്നത്തെ ക്ലാസ്സിലെ കറണ്ട് അഫയേഴ്സിൽ കുറച്ച് വിയോഗങ്ങളാണ് ആദ്യം പഠിക്കാനുള്ളത്. ഇത് പാർട്ട് 6 ആണ്. 2025 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 6 ആണ്. 2025 മാർച്ചിൽ അന്തരിച്ച വൃക്ക ശസ്ത്രക്രിയയിൽ ഇന്ത്യയിലെ തന്നെ അതിവിദഗ്ധനായ ഡോക്ടർ ജോർജ് പി എബ്രഹാം. അപ്പോൾ 2025 മാർച്ചിൽ അന്തരിച്ച വൃക്ക ശസ്ത്രക്രിയയിൽ വിദഗ്ധനായ ഡോക്ടറാണ് ഡോക്ടർ ജോർജ് പി എബ്രഹാം. 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യയിലെ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത ഹൃദയാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. ഇന്ത്യയിലെ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടറാണ് മാത്യു സാമുവൽ കളരിക്കൽ. അദ്ദേഹം 2025 ഏപ്രിലിൽ അന്തരിച്ചു. സ്വതന്ത്ര ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ പത്രാധിപർ എന്ന ബഹുമതിക്ക് ഇരയായ പത്രപ്രവർത്തകനാണ് TJS ജോർജ് തയ്യിൽ ജേക്കബ് സോണി ജോർജ്. TJS ജോർജ് തയ്യിൽ ജേക്കബ് സോണി ജോർജ് സ്വതന്ത്ര ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ പത്രാധിപരാണ്. അദ്ദേഹം 2025 ഒക്ടോബറിൽ അന്തരിച്ചു. 2025 ഏപ്രിൽ 25 അന്തരിച്ച മുൻ ISRO ചെയർമാനാണ് കസ്തൂരി രംഗൻ. 2025 ഏപ്രിൽ 25 K കസ്തൂരി രംഗൻ അന്തരിച്ചത്. അദ്ദേഹം മുൻ ISRO ചെയർമാനാണ്. 2025 ഏപ്രിൽ 26 അന്തരിച്ച ചരിത്രകാരനും എഴുത്തുകാരനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ മുൻ അധ്യക്ഷനുമായ വ്യക്തിയാണ് ഡോക്ടർ MGS നാരായണൻ. 2025 ഏപ്രിൽ 26 ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചത്. അദ്ദേഹം ചരിത്രകാരനും എഴുത്തുകാരനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ അധ്യക്ഷനുമായിരുന്നു. ജാലകങ്ങൾ ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ, കാഴ്ചകൾ എന്നത് ഡോക്ടർ MGS നാരായണൻ്റെ ആത്മകഥയാണ്. ജാലകങ്ങൾ ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ, കാഴ്ചകൾ എന്നത് ഡോക്ടർ MGS നാരായണൻ്റെ ആത്മകഥയാണ്. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെർലി വാസു. കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജനാണ് ഡോക്ടർ ഷെർലി വാസു. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമൻ. വാഴൂർ സോമൻ പീരുമേട് MLA ആയിരുന്നു. 2025 ഓഗസ്റ്റിലാണ് അദ്ദേഹം അന്തരിച്ചത്. 2025 ജനുവരിയിൽ അന്തരിച്ച മുൻ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് S ജയചന്ദ്രൻ നായർ. 2025 ജനുവരിയിൽ അന്തരിച്ച മുൻ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് S ജയചന്ദ്രൻ നായർ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എൻ്റെ പ്രദക്ഷിണ വഴികൾ. ജാലകങ്ങൾ ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ, കാഴ്ചകൾ എന്നത് ആരുടെ ആത്മകഥയായിരുന്നു? ഡോക്ടർ MGS നാരായണൻ. എൻ്റെ പ്രദക്ഷിണ വഴികൾ എന്ന ആത്മകഥ S ജയചന്ദ്രൻ നായർ. കേരളത്തിൽ ചികിത്സയിലിരിക്കെ അന്തരിച്ച കെനിയയുടെ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗ. കേരളത്തിൽ ചികിത്സയിലിരിക്കെ അന്തരിച്ച കെനിയയുടെ മുൻ പ്രധാനമന്ത്രിയാണ് റെയ്ല ഒഡിംഗ. 2025 ജനുവരിയിൽ 200ാമത് ജന്മവാർഷികം ആചരിക്കുന്ന കേരള നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഏത് കേരള നവോത്ഥാന നായകൻ്റെ 200ാമത് ജന്മവാർഷികമാണ് 2025 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ പദ്ധതി വരുന്ന നഗരം തിരുവനന്തപുരം. ആദ്യത്തെ മെട്രോ റെയിൽ എല്ലാവർക്കും അറിയാം, കൊച്ചിയിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ പദ്ധതി വരുന്ന നഗരം തിരുവനന്തപുരം. മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും കൂടിക്കാഴ്ചയുടെ എത്രാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്? 100ാമത്. അപ്പോൾ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1925 അതിൻ്റെ 100ാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്. സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങൾക്കായി അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡ് KL90. സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങൾക്കായി അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡാണ് KL90. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം കലവൂർ, ആലപ്പുഴ. അപ്പോൾ കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം കലവൂറാണ്, ആലപ്പുഴയിൽ. 2025 രജത ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ സ്ഥാപനമാണ് കിഫ്ബി. കിഫ്ബിയുടെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. 2025 രജത ജൂബിലി ആഘോഷിച്ച കേരളത്തിൻ്റെ സ്ഥാപനമാണ് കിഫ്ബി. കിഫ്ബിയുടെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്.
ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി നടന്നത് കൊച്ചിയിൽ. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി നടന്നത് എവിടെയാണ്? കൊച്ചി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടന്ന ജില്ല പാലക്കാട്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടന്ന ജില്ല പാലക്കാട്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയത് തൃശ്ശൂർ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയത് തൃശ്ശൂർ. വേദി തിരുവനന്തപുരത്തായിരുന്നു. 2025 ജൂണിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ. 2025 ജൂണിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം നിലമ്പൂർ. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആര്യാടൻ ഷൗക്കത്ത്. ഇന്ത്യയിൽ ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്ന ജില്ല കൊല്ലം. ഇന്ത്യയിൽ ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്ന ജില്ലയാണ് കൊല്ലം. ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും NSSഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനായി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് ആരംഭിച്ച ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിനാണ് ഒരു തൈ നടാം. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് ഒരു തൈ നടാം എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത്. അതെന്തായിരുന്നു? സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനായി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് ആരംഭിച്ച ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിനാണ് ഒരു തൈ നടാം. അങ്കണവാടി കുട്ടികളുടെ ശാരീരികവും ഭൗതികവുമായ വളർച്ച പ്രായാനുസൃതമായി നിരീക്ഷിക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കുന്നൂസ് കാർഡ്. അങ്കണവാടി കുട്ടികളുടെ ശാരീരികവും ഭൗതികവുമായ വളർച്ച പ്രായാനുസൃതമായി നിരീക്ഷിക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കുന്നൂസ് കാർഡ്. വനവിഭവങ്ങൾ ശേഖരിച്ച് ആദിവാസികൾക്ക് വരുമാനം നൽകുന്ന വനം വകുപ്പിന്റെ പദ്ധതി വനാമൃതം. വനവിഭവങ്ങൾ ശേഖരിച്ച് ആദിവാസികൾക്ക് വരുമാനം നൽകുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് വനാമൃതം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാലിന്യം ശേഖരിക്കുന്നതിനായി നൽകിയ ഇലക്ട്രിക് ട്രൈ സൈക്കിൾ ഹരിതവാഹിനി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാലിന്യം ശേഖരിക്കുന്നതിനായി നൽകിയ ഇലക്ട്രിക് ട്രൈ സൈക്കിളാണ് ഹരിതവാഹിനി. അതിഥി തൊഴിലാളികളുടെ മക്കളെ മുഴുവൻ അങ്കണവാടികളിലും സ്കൂളിലും എത്തിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി IA एक साथ सीखे. നമുക്കൊന്നിച്ച് പഠിക്കാം. അതിഥി തൊഴിലാളികളുടെ മക്കളെ മുഴുവൻ അങ്കണവാടികളിലും സ്കൂളിലും എത്തിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് IA एक साथ सीखे. കുടിയേറ്റ തൊഴിലാളികളുടെ 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ അങ്കണവാടികളിൽ ചേർക്കുന്നതിനും 6 വയസ്സും അതിൽ കൂടുതലുള്ളവരെ പൊതുവിദ്യാലയങ്ങളിലും സംയോജിപ്പിക്കുന്നതിനുമുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജ്യോതി. കുടിയേറ്റ തൊഴിലാളികളുടെ 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ അങ്കണവാടികളിൽ ചേർക്കുന്നതിനും 6 വയസ്സും അതിൽ കൂടുതലുള്ളവരെ പൊതുവിദ്യാലയങ്ങളിലും സംയോജിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ജ്യോതി. കേരളത്തിൽ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ചുവിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി സുജലം സുലഭം. കേരളത്തിൽ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ചുവിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി സുജലം സുലഭം. പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി മടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന ലോക പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങിയ പദ്ധതിയാണ് ജീവൻ. പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി മടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന ലോക പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങിയ പദ്ധതിയാണ് ജീവൻ. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാർ പദ്ധതി സുരക്ഷാ മിത്രം. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് സുരക്ഷാ മിത്രം. കേരളത്തിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം.
കേരളത്തിൻ്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്നതിനായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഗ്രീൻ ദി ഗ്യാപ്പ്. കേരളത്തിൻ്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്നതിനായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി കെ സ്മാർട്ട് സംവിധാനം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ നിലവിൽ വന്നത് 2025 ഏപ്രിൽ 10 മുതലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് കെ സ്മാർട്ട്. അത് ആരംഭിച്ചത് 2025 ഏപ്രിൽ 10 മുതലാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്.